അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ന്യൂ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യുന്നത് ആൾക്കാർ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലേക്കുള്ള റോഡാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് പിന്നെ വണ്ടികളൊന്നും വിടില്ല കേട്ടോ. ഇവിടെ നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് ഒരു നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിലത്ത് ഇങ്ങനെ കല്ലൊക്കെ പതിച്ചിട്ട് നല്ല വീതിക്ക് ഉണ്ടാക്കിയിട്ടാണ്. നമ്മൾ ഈ സിക്കിമിലും ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ഈ MG മാർഗില്ലേ, പല സ്ഥലത്ത് പോകുമ്പോൾ സിക്കിമിലുണ്ട്, ഷിംലയിലുണ്ട്, അവിടെയൊക്കെ MG മാർഗ് ഉണ്ടല്ലോ. അതേപോലെ അല്ലെങ്കിൽ മോൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലുള്ള ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ഥലമാണ്. അതിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്സും ഉണ്ട് കേട്ടോ. ഇതൊരു ബസന്തപൂർ പ്ലാസ എന്ന് പറയുന്ന, അതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്പിംഗ് സാധനങ്ങളാട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നല്ല സ്റ്റൈലായിട്ട് ഇവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പഴയൊരു ബിൽഡിംഗ് ആണ്. ഇതിൽ കണ്ടോ മരത്തിൻ്റെ കൊത്തുപണികളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ജനവാതിലുകളിലും വാതിലുകളിലും ഡോറിലും ഒക്കെ മരത്തിൻ്റെ കൊത്തുപണികളാണ് ഇഷ്ടം പോലെ. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പീപ്പിളി വിൽക്കുന്ന കച്ചവടക്കാർ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇത്ര സ്റ്റൈലിഷ് ഒന്നുമല്ല. ഉള്ളിലേക്ക് ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ട്. അവിടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്രയും രസമായിട്ട് വെച്ചില്ല. പക്ഷേ ഈ മെയിൻ ഭാഗങ്ങളൊക്കെ നല്ല രസമായി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആൻറ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റുകൾ ഇതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഇത് ഹനുമാൻ തോക്ക ദർബാർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇന്ത്യൻസിനൊക്കെ സാർക്ക് കൺട്രീസിനൊക്കെ 500 രൂപ പെർ ഹെഡ് ടിക്കറ്റ് എടുക്കണം. അത് നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടാഗ് വരും, എൻട്രി പാസ്. 4 മണി വരെ ഉള്ളൂ അത് എൻട്രി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഏതാണ് ദർവാസ? അപ്പോൾ ഇതാ മാർക്കറ്റിൽ കയറാനല്ലോ കേട്ടോ. ഞാനീ പറഞ്ഞ എന്താണ് ഹനുമാൻ എന്തോ പറഞ്ഞില്ലേ, ദൗക്ക സ്ക്വയർ, ദർബാർ സ്ക്വയർ, അതിൻ്റെ ഉള്ളിൽ കയറാനുണ്ടോ ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ ഇവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതാണ് ഞാൻ ഈ റെഡ് കളർ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാം നമുക്ക്. ഈ മാർക്കറ്റിൽ കയറാൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനങ്ങളുടെ പ്രദർശനമാണ്. എന്നാലും ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ട്രഡീഷണൽ പിന്നെ പുരാതനമായിട്ടുള്ള നിർമ്മാണ രീതിയിലുള്ള ഇഷ്ടിക മരം അടിപൊളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഓടിൻ്റെ ഓടനട്ടോ, അത് വേറെ ടൈപ്പ് ഓടാണ്. ഇവിടുത്തെ ചെറിയ ടൈപ്പ് ഓടുകൾ. ആ ഇത് മറ്റേ ഇവരുടെ രാജാവിൻ്റെ
മറ്റേ സിംഹാസനവും കാര്യങ്ങളൊക്കെയാണ്. ഏവല്ല ഒറിജിനൽ പുരാന? ആ, ഇത് പഴയ ഒറിജിനൽ സാധനം തന്നെ കേട്ടോ. അതിങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവരാരെ രാജ്ഞിമാരുടെയും അങ്ങനെ ഈ അവരുടെ കൊട്ടാര സദസ്സിലുണ്ടാവുന്ന പല ആൾക്കാരുടെയും ഈ ഇത് റാണിയുടെയാണ്. അങ്ങനെ അതൊക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 9 സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ് അല്ലേ? 9 നിലയുണ്ട് ഈ സാധനം കേട്ടോ. ഈ ബിൽഡിങ് അത് ഈ മരം ഇഷ്ടിക ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണേ കണ്ടോ. ഈ 9 നിലയും മരം ഇഷ്ടിക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ. കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ മരത്തിലൊന്നും ഒരു രക്ഷയില്ലാത്ത കൊത്തുപണികൾ. നസാൽ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ ഇവരുടെ പല്ലക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പല്ലക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ അവർ. മരം കൊണ്ട് പിന്നെ എന്തൊക്കെ മെറ്റലും ഉണ്ട് കുറച്ച്. ये कौन है? പുരാന വാല ഡ്രസ്സ്? ആ, ഇവിടുത്തെ പഴയ പട്ടാളത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എളുപ്പം നിൽക്കുന്നത് ജോലിയായിട്ട് നിൽക്കുകയാണ്. ഒന്നും ജോലിയായിട്ട് തന്നെ, എന്നാ നിൽക്കലാണ് ജോലി. ഇവിടെയൊക്കെ പിന്നെ എന്തോ പഴയ കുറച്ചെന്തോ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാരുടെ കുറേ എന്തോ ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. പിന്നെ അവരുടെ ഫോട്ടോസ്, ഓരോരുത്തരും ഏതൊക്കെ പീരിയഡിലാണ് ഉണ്ടായിരുന്നുള്ള ഫോട്ടോസും അതൊക്കെ ഹിസ്റ്ററി വേണമെങ്കിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ കാലഘട്ടത്തിൽ ഇതൊക്കെ ഷാ രാജാക്കന്മാരുടെയാണ് ഇവിടെ ഉള്ളത്. അവരേത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നാലൊക്കെ അതേപോലത്തെ കൺസ്ട്രക്ഷൻസ് ആട്ടോ. ഒരുപാട് ഇങ്ങനത്തെ അമ്പലങ്ങൾ പോലത്തെ കൺസ്ട്രക്ഷൻസും ഇവരുടെ നേപ്പാളി രീതിയിലുള്ള കൺസ്ട്രക്ഷൻസൊക്കെയാണിത്. ടിബറ്റൻ രീതിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അതൊരു വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാരണം ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് ഈ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ചുവപ്പും ഓറഞ്ചും മഞ്ഞൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടേ ഒരു ഭക്തരൊക്കെ വന്നിരിക്കണുണ്ട് ഇവിടെ. ഇവിടുത്തെ കുറേ ആളുകൾ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഹനുമാൻ തൊക്ക ദർബാറിന്ന് ഇറങ്ങി പോവാണ്. ഇനി നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ന്യൂ റോഡ് അവിടെയാണ് ഷോപ്പിങ്ങും മാർക്കറ്റൊക്കെ ഉള്ളത്. അവിടേക്ക് പോവാണ്.
അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ സ്ട്രീറ്റുകളൊക്കെ ഒരു കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു പിന്നെ ഇവിടെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായ സമയത്ത് കുറേ പൊളിഞ്ഞു പോയതായിരുന്നു. പക്ഷേ ഇത് ഇവർ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടേ ആ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ. ഇത് ഈ ഭാഗത്തുള്ളൊരു കുമാരി കാർ എന്ന് പറയുന്ന ഒരു കുമാരിയുടെ വീട് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ പോകാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം, അതിൻ്റെ ഉള്ളിൽ പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇതിനുള്ളിൽ എന്തോ പരിപാടി നടക്കേണ്ടി പോകുന്നത് എന്താ എനിക്കറിയില്ല. ഇതുവരെ ഇവിടെ എന്താ വെച്ചാലേ ആ ഒരു വാതിലിൻ്റെ അവിടെ ഇവിടെ കന്യകയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുന്ന അവർ പറയുന്നത്. അപ്പോൾ ആ കുട്ടി അവിടെ വന്നു. അങ്ങനെ വന്നിട്ട് നമ്മളെ കാണും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. എല്ലാവരും കൈകൂപ്പി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തോ പഴയ രാജകീയമായിട്ടുള്ള സാധനത്തിൻ്റെ ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി അവിടെ വന്നു പോയി. ആ കുട്ടി കല്യാണം കഴിക്കാതെ അവിടെ നിൽക്കുന്നതാണ് പറയുന്നത്. മീൻസ് ഈ വീട്ടിൽ ഇവിടെ താമസിക്കുന്ന പറയുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ കണ്ടുല്ല. അനിയാ എത്രയപ്പോൾ അതൊക്കെ അനുവ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എടാ. ഓക്കെ, നമ്മൾ പുറത്ത് പോകാം. നമ്മൾ ന്യൂ റോഡിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ജ്വല്ലറികളുടെ, അതായത് ഗോൾഡ് ഇതിൻ്റെ കടകൾ ഈ രണ്ട് സൈഡിലും കുറേ ഉണ്ട് കേട്ടോ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കടകൾ. അപ്പോൾ ഇഷ്ടം പോലെ ജ്വല്ലറി കടകളാണ് ഇവിടെ. ഭയങ്കര തിരക്കുണ്ട് ജ്വല്ലറികളിലൊക്കെ. നമുക്കൊരു നമ്മളവിടെ നിന്ന് സ്വർണ്ണക്കടയിൽ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. ഇവിടുത്തെ രീതിക്കുള്ള കുറേ ആഭരണങ്ങളും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കാൻ തിരക്ക് കൂടി നിൽക്കുന്നുണ്ട്. എന്താണാവോ അങ്ങനെ? അപ്പോൾ ഇത് എന്നും ഇവിടെയൊക്കെ സ്വർണ്ണത്തിന് ഇത്ര തിരക്കുണ്ടാവുമോ? ചുറ്റും ജ്വല്ലറികളല്ലേ ഇവിടെ. ജ്വല്ലറിയിലൊക്കെ പൊരിഞ്ഞ തിരക്ക്. അപ്പോൾ എന്നും ഇവിടെ ഇങ്ങനെ തിരക്കുണ്ടാവുമോ? നമ്മളവിടെ നിന്ന് ഇത്ര ഇന്നിനി ഇവിടുത്തെ അക്ഷയ തൃതീയാണോ അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ജ്വല്ലറികളുടെ ഏരിയ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ജ്വല്ലറികൾ ന്യൂ റോഡിൻ്റെ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വെള്ളിപ്പാത്രങ്ങൾ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അവിടെ ഒന്നും പിന്നെ അത്ര തിരക്കില്ല. വലിയ വിലയാണ്. ഇവിടെ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ് അതിനും. പിന്നെ എന്താ ഈ ആൾക്കാരൊക്കെ ഇവിടെ അപ്പം കാശുകാരുണ്ടോ ഇവിടെ കുറേ കാശുകാരുണ്ടോ വന്നിട്ടോ. പിന്നെ ഇനി അവിടെ മറ്റേ തുണിത്തരങ്ങളുടെ തുണികൾ വിൽക്കണത്, ചെരുപ്പുകളുടെയൊക്കെ കട അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് സ്യൂട്ടുകളുടെ അതിൻ്റെയൊക്കെ കട, ഷർട്ടുകളുടെ, തുണിത്തരങ്ങൾ, ഇത് വാച്ചുകളുടെ ഒക്കെ കടയാണ്. ഞാൻ ആ സൈഡിലുണ്ട് കേട്ടോ. അത് ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ നടന്നു പോണേ. അപ്പുറേ സൈഡിലും ഇതുപോലൊക്കെ തന്നെയുള്ളത്. ഇവിടെ പിന്നെ ഈ മാർക്കറ്റിലൊക്കെ കുറേ സാധനങ്ങൾ വരുന്നത് ഇന്ത്യയിലാന്ന് പറയുന്നുണ്ട് സൂരജ് ഭായി. ഇവിടെ റോഡിൽ അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്, ബൈക്കുകൾ കുറേ ഉണ്ട് ഇത് കൂടെ വരുന്നു. മുകളിലൊക്കെ ബിൽഡിങ്ങുകളുണ്ട്. അവിടെയൊക്കെ തുണിത്തരങ്ങളുടെ കച്ചവടവും പിന്നെ അതുകൂടാതെ കുറേ ഈ വാച്ച് കട അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു കണ്ടോ വെസ്റ്റേൺ വാച്ച്, പിന്നെ ജ്വല്ലറികൾ തന്നെ വീണ്ടും അങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് ഈ സാധനം. ഈ ഒരു കട പറഞ്ഞാൽ ഈ മാലകളുടെ കടയാണ്. പക്ഷേ ഇത് ഈ കല്ലുമാലകൾ ഇവിടുത്തെ ആൾക്കാർ ഇടുന്ന അതൊക്കെ മാലകളാട്ടാ തൂങ്ങിക്കിടന്നത്, റിബൺ പോലെ തൂങ്ങിക്കിടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ കുറേ ഇതുള്ള കല്ലുമാലകൾ ഇടുമല്ലോ, കുറേ നേറിയുള്ള അതിൻ്റെ കണ്ടോ ഒക്കെ കല്ലുമാലകളാണ്. ഇതിൻ്റെയൊക്കെ കുറേ കടകൾ അങ്ങനത്തെ ഈ മാലകളുടെ കട, ഈ അങ്ങനത്തെ മാലകളുടെ കുറേ കടകളുണ്ട് ഇതിനുള്ളിലേക്ക്. ഇവിടുത്തെ പോട്ടർമാരാട്ടോ ഈ ഇത് കയറും തൂക്കിയിട്ട് നിൽക്കുന്നത്. ഒരു സാധനങ്ങൾ കണ്ടോ, ഇങ്ങനെ സാധനങ്ങൾ ഈ ബാക്കിൽ ആ കയറിൽ തൂക്കിയിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പോട്ടർമാരുടെ ഒക്കെ കയ്യിൽ കുറേ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിലൊക്കെ അങ്ങനെ വള്ളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടെ. ഇവിടെ ഇത് കണ്ടോ ഈ ഒരാൾ കണ്ടോ ലോഡ് ഏറ്റി കൊണ്ടുപോകുന്നത്.
അത് അങ്ങനെയാണ് ഇവർ സാധനം ഏറ്റിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ആ കയറ് അവരുടെ ഒരു സാധനമാണ്. അത് ഇറക്കിയിട്ട് അവരാ കയറ് ഊരിയെടുത്തിട്ടേ ആ കയറിട്ട് അവർ പോകും. അത് അവരുടെ കയ്യിലെപ്പോഴും. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതുപോലെ ഇത് ഭയങ്കര മാർക്കറ്റാട്ടോ. നമ്മളെ പളയം മാർക്കറ്റിലോ അവിടെയൊക്കെ പോയാൽ മരിക്കുന്നുണ്ട്. ഫുള്ള് കച്ചവടങ്ങളാണ്. അത് ഹോൾസെയിൽ സാധനങ്ങളാണ്. ഇവരുടെ ആൾക്കാരുടെ ഈ ഡ്രസ്സുകളും തൊപ്പികളും ഒക്കെയാണ് മെയിൻലി ഉള്ളത്. പിന്നെ കാർപ്പറ്റ്, കുട്ടികളുടെ സാധനങ്ങൾ, ഇവിടുത്തെ ആൾക്കാരുടെ ആഭരണങ്ങൾ, അങ്ങനത്തെ ഒക്കെ വണ്ടിയിൽ കൊടുന്ന് ഇറക്കുക, കയറ്റി പോവുക. അങ്ങനെ മൊത്തം കച്ചവടങ്ങളാട്ടോ. ആളെ ഏറ്റി വരുന്നുണ്ട്. ഈ തുണികളൊക്കെ കാർപ്പറ്റോ അതൊക്കെയാണ്. ഇവിടെയൊക്കെ ചാക്കിൽ കൊടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ. ഇതിനുള്ളിൽ എന്തോ ഒരു പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിംഗിൾ തൊപ്പി ചിലപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടാവും. അവിടെ നിന്ന് ചോദിച്ചാൽ മതി. ഹോൾസെയിൽ നമ്മള് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഈ സ്ട്രീറ്റ് കാ നാം ക്യാ ഹൈ? ന്യൂ റോഡ്. ന്യൂ റോഡിൽ തന്നെ കേട്ടോ. അപ്പോൾ ന്യൂ റോഡിലൂടെ നമ്മളിപ്പോൾ രാത്രി അവിടെയൊക്കെ കറങ്ങിയതിനു ശേഷം നമ്മൾ തിരിച്ച് ഇനി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ബിസിയാണ്. കടകളൊക്കെ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇവിടെ ഏകദേശം ഇപ്പോൾ സമയം ഇപ്പോൾ എത്രയും സമയം 7:30. ഈ 7:30 ആകുമ്പോൾ തന്നെ കുറേ കടകളൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ നേരത്തെ കടകളൊക്കെ അടയ്ക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അടച്ചു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് നമുക്ക് റൂം പോകണം, റെസ്റ്റ് എടുക്കണം. അപ്പോൾ നാളെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ മൗണ്ടൻ ഫ്ലൈറ്റ് പരിപാടി ചെയ്യാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.